സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണത് വിവരിക്കാന്നറിയില്ല, അത്രയും നല്ല ഭംഗി. ദുനിയാവിലുള്ള ഈ മോഡലും രൂപഭാവമൊന്നും അല്ല, ഒക്കെ മാറി. എല്ലാവരുടെയും രൂപഭാവങ്ങളൊക്കെ മാറി. സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാർക്കൊന്നും താടി ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവും ഇല്ല. അതുകൊണ്ട് ഇവിടെയും താടി വേണ്ടെന്നല്ല കേട്ടോ, ഇവിടെ താടിയെ ചൊളി കൊല്ലിട്ടു. അവിടെ സ്വർഗത്തിലേക്ക് കിടക്കുന്ന ആളുകളെ അങ്ങനെയാണ് ഫിനിഷ് ചെയ്തിട്ടാണ് അല്ലാഹു തആല കടത്തുന്നത്. ജുർദുൻ മുർദുൻ മുകഹലൂൻ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശാരീരിക ഭംഗിയാണത്. ദുനിയാവിൽ അങ്ങനെ ആയിക്കോട്ടെ തീരുമാനിക്കരുത്. ദുനിയാവില് കഴിവിന്റെ പരമാവധി താടിരോമങ്ങൾ മെച്ചപ്പെട്ട രൂപത്തിൽ വളർത്തണം. ആ രോമങ്ങളിൽ നിന്നൊക്കെ തസ്ബീഹും പ്രതിഫലവും ലഭിക്കും. ഉളു എടുത്തിട്ട് എത്ര രോമം എത്ര നേരം നനഞ്ഞു നിൽക്കുന്നുവോ ആ നനഞ്ഞു നിൽക്കുന്ന അത്രയും നേരം ഇസ്തിഗ്ഫാറുണ്ട്. സഹോദരിമാര് താടിയില്ലാത്തതുകൊണ്ട് പേടിക്കണ്ട. അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിനെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയത്. പക്ഷേ നീണ്ട മുടിയുണ്ടല്ലോ, മുടി മൊത്തം തടവിക്കോളൂ. അത് ശരി, ഉളു കൊടുക്കുമ്പോ തല മൊത്തം തടവാന്ന് പറഞ്ഞാൽ ആ മുടി മൊത്തം തടവിക്കോട്ടെ, അപ്പോഴും കൂലി കിട്ടുമല്ലോ. ഒരു മേൽഭാഗം മാത്രം തടവിയിട്ട് ഫർള് മാത്രം വിട്ടണം, മൊത്തം തടവിക്കോട്ടെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, മൊത്തം തടവിക്കോട്ടെ. എത്ര രോമങ്ങൾ നനയുന്നുണ്ടോ ആ രോമങ്ങളുടെ ഒക്കെ ഇസ്തിഗ്ഫാർ ലഭിക്കും. ശരീരത്തില് കയ്യിലൊക്കെ ചില ആളുകൾക്ക് നല്ല രോമം ഉണ്ടാകും. അവര് ഉളു കൊടുക്കുമ്പോ എത്ര നേരം വെള്ളം ഇങ്ങനെ അവരെ ശരീരത്തിൽ നിന്ന് ഉണങ്ങാതെ ആ രോമത്തിലൂടെ അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടോ അത്രയും നേരം ഇസ്തിഗ്ഫാറാണ്. ഓരോ രോമങ്ങളിൽ നിന്നും ഇസ്തിഗ്ഫാർ ലഭിക്കുന്നുണ്ട്. അപ്പൊ താടി രോമങ്ങൾ അത് ഇസ്തിഗ്ഫാറിനും തസ്ബീഹിനും മറ്റുമൊക്കെ സാക്ഷ്യം വഹിക്കാനും കൂടുതൽ കൂലി കിട്ടാനും കാരണമാണ്. പരമാവധി ഒത്ത രൂപത്തിൽ വളർത്തണം. മദീന പള്ളിയിലിരുന്ന് ഒരു സ്വഹാബി ദിക്ർ ചൊല്ലുമ്പോ ആ സ്വഹാബിയുടെ താടി ദിക്ർ ചെല്ലുന്നു. താടി ദിക്ർ ചെല്ലാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അദ്ദേഹം ദിക്ർ ചെല്ലുമ്പോ അതിനനുസരിച്ച് താടി ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ദിക്ർ താടിയും ചൊല്ലുന്നുണ്ട് എന്നർത്ഥം. ഇത് കുറച്ച് ദൂരത്തുനിന്ന് നോക്കി കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ തങ്ങളൊന്ന് ചിരിച്ചു, ഒന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി. അപ്പൊ അദ്ദേഹത്തിന് തോന്നി താടി നീളം കൂടിയത് കൊണ്ട് തങ്ങൾ ചിരിച്ചതാണ് എന്ന്. താടി പറ്റങ്ങോട്ട് കുറ്റിയാക്കി വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോട്ടം നോക്കി, ഒരു ഗൗരവത്തിന്റെ നോട്ടം. എത്ര ഹസനാത്താ നിങ്ങൾ കളഞ്ഞത്. നബിയെ, താടി നീളം കുറച്ച് കൂടിയതുകൊണ്ട് തങ്ങൾ ചിരിച്ചപ്പോ എന്റെ താടി കോലക്കേടായോ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് വെട്ടി ചെറുതാക്കി ചിരിക്കത്. അല്ലല്ല, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന ഹസനാത്തുകൾ നന്മകൾ ആലോചിച്ച് സന്തോഷം കൊണ്ടാണ് നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയത്. മറ്റു പലർക്കും ലഭിക്കാത്ത രൂപത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് കൂടുതൽ നന്മകൾക്ക് സൗകര്യം തന്നല്ലോ നോക്കിയിട്ട് നിങ്ങളിപ്പോ അതൊക്കെ കളഞ്ഞു, വെട്ടി കുറ്റിയാക്കിയിട്ട്. സഹോദരങ്ങളെ, താടി രോമങ്ങളുടെ നനവ് തോർത്താതിരിക്കുന്നത്, ഒരാളെ മുഖത്തുള്ള നനവ്, ഉളൂഇന്റെ നനവ് 1 മണിക്കൂർ ബാക്കിയായി എന്ന് കൂട്ടിക്കോളൂ. എത്ര ദിക്റാണ്, ഇസ്തിഗ്ഫാറാണ്. കുളിച്ചു കഴിഞ്ഞാലും തോർത്തുന്നതും കുടയുന്നതും കറാഹത്തല്ലേ? ബുദ്ധിമുട്ടില്ലെങ്കിൽ തോർത്താതിരിക്കലാണല്ലോ സുന്നത്ത്. ചിലർക്ക് ജലദോഷമോ മറ്റോ അങ്ങനെ വല്ല കാരണങ്ങളുണ്ടെങ്കിൽ തോർത്താം. അത് പ്രശ്നമൊന്നുമില്ലാത്ത ആളുകൾ അങ്ങനെ തന്നെ ശരീരത്തിൽ അങ്ങനെ ഉണങ്ങലാ നല്ലത്. അപ്പൊ ഒരു 10-20 മിനിറ്റ് നേരം അത് കിട്ടുമെന്ന് കരുതിക്കോളൂ. ആ സെക്കൻഡുകൾ, ആ സമയങ്ങൾ മുഴുവനും നമുക്ക് നന്മകൾ വർദ്ധിക്കുകയാണ്. ഇസ്തിഗ്ഫാറും തസ്ബീഹും കൂടുതലായി കിട്ടുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇബാദത്തിന്റെ വലുപ്പം കണ്ട്
വലിയ സന്തോഷം ലഭിക്കുകയാണ്. ആഖിറത്തിൽ പ്രതീക്ഷ കൂടുതൽ കിട്ടുകയാണ്. ദുനിയാവിലുള്ള ഈ പ്രവർത്തനം കൊണ്ട് നല്ല മുഖഭംഗി അല്ലാഹു ആഖിറത്തിൽ കൊടുക്കും. ലഖാഹും നളറതൻ വസുറൂറാ, മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടാകും, ശരീരം മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ടാകും. സ്വർഗക്കാരുടെ ശരീരത്തിന്റെ ഭംഗി നല്ല ഭംഗിയാണ്. ആണിനും പെണ്ണിനും അല്ലാഹു തആല നല്ല സൗന്ദര്യം നൽകും. ബസുറൂറാ, നല്ല സന്തോഷം.